ഒരു സ്കിറ്റ് അവതരിക്കും അത് ലെങ്ത്ത് പോകുമ്പോൾ ഒറ്റ കഥാപ്രസംഗം തന്നെയാകുമ്പോൾ അതിനൊരു ആവർത്തനം അല്ലെങ്കിൽ ഒരു ബോറടി തോന്നുന്നതുകൊണ്ട് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പല പാട്ടുകളും പല കഥകളും ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് കൂടും. അതുകൊണ്ടാണ് മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, പിന്ന് കച്ചവടം, കഥാപ്രസംഗത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം തിരികെ കയറ്റി ഷോർട്ട് ചെയ്തത് അങ്ങനെ. അപ്പോൾ ഒരു കഥാപ്രസംഗം തന്നെ കുറേ നേരം ഒരു കഥ പറഞ്ഞു കൊണ്ടിരിക്കാതെ പല പല വിഷയങ്ങളെ ഷോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ആളുകൾക്ക് രസം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപ്രസംഗം അത് എഴുതിയത്. എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല വിഷയങ്ങൾ എടുക്കും. ഡ്രാമ എടുക്കും, കഥാപ്രസംഗം എടുക്കും, വില്ലടിച്ചാൻ പാട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ അല്ല ഇതിൽ തന്നെ ഇപ്പൊ ആ സ്കിറ്റിനകത്ത് നായിക നടന്നിട്ട് കാല് വേദനിക്കും. കാല് വല്ലാത്ത വേദന, കഴപ്പ്, വല്ലാത്ത ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടത് വേദന മാറാനുള്ള ഒറ്റമൂലി, ഇന്ദുപ്പ്, നവസാരം, കൊത്തമല്ലി ഇവയെല്ലാം ചേർത്ത് അല്പം ചൂടുവെള്ളത്തിൽ തിരുമ്മി കാലി തേച്ചാൽ നിങ്ങളുടെ ആ കാലുവേദന ആ സമയത്ത് മാറിപ്പോകും. ആശാനെ കഥ മാറി. ഇന്ന് പാലക്കാട്, കോഴിക്കോട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശരിക്കുള്ള അങ്ങനത്തെ മരുന്ന് വിൽപ്പനക്കാരെ ഒബ്സർവ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. ഇത് മരട് ഒരു മരുന്ന് വിൽപ്പനക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് ഞാൻ അതിൽ എടുത്തത്. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇദ്ദേഹം ഇങ്ങനെ ചെറിയൊരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രിയമുള്ളവരെ ഇന്ദുപ്പ് കലർന്ന ഈ മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിനെ ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തതാണ്. ചുറ്റുവട്ടത്തുള്ള പല കാര്യങ്ങളും പല സ്കിറ്റുകളും പല ആർട്ടിസ്റ്റുകളും ഇതുപോലെ ആഡ് ചെയ്യാറുണ്ട്. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പല റെഫറൻസ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ പല പല ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നേരിട്ട് പോയി കാണണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്കിറ്റിലെ പ്രത്യേകത പലപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ആളുകളെയാണ് നിങ്ങൾ കഥാപാത്രങ്ങളായി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ അത് ആ സ്പോട്ടിൽ അത് എഴുതി വെക്കുകയോ നോട്ട് ചെയ്യുകയോ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നോട്ട് ചെയ്യില്ല, നമ്മുടെ ഉള്ളിൽ അത് നിൽക്കും. മനസ്സിൽ നിൽക്കുമായിരുന്നു. ഇപ്പം അയ്യപ്പ ബൈജു എന്ന് പറയുന്ന കഥാപാത്രം അങ്കമാലി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കള്ളു കുടിച്ച് സ്ഥിരം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രശാന്ത് അങ്കമാലി വന്ന് നിൽക്കുമ്പോൾ ട്രൂപ്പിൻ്റെ വണ്ടി വരാൻ വൈകുന്ന സമയങ്ങൾ ഇദ്ദേഹം കിടന്ന് കാണിക്കുന്ന ഈ ചേഷ്ടകളെല്ലാം കണ്ടാണ് മിക്കപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവും. മദ്യപാനിയായിട്ട് അദ്ദേഹം ഉണ്ടാവും. അപ്പം ആ ഒരു കഥാപാത്രമാണ് അയ്യപ്പ ബൈജുവായി മാറിയത്. വഴിയരികിൽ പതിതനായി എന്നൊക്കെ പറഞ്ഞല്ലേ ബൈജു. അത് ഈ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്കമാലി സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു മദ്യപാനിയായ ഒരു സുഹൃത്തായിരുന്നു. മനോജേട്ടാ, ഇപ്പോൾ തമാശ എഴുതുന്നവരും അല്ലെങ്കിൽ തമാശ പറയുന്നവരും ഒരു പ്രശ്നമായിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയാണ്. നമുക്കൊരു തമാശ പറയുന്നത് നമ്മൾക്ക് ആളുകൾക്ക് വേദന ഉണ്ടാവരുത്, ആളുകളെ ബോഡി ഷെയിം ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ മനോജേട്ടൻ തന്നെ ഒരു കാലഘട്ടത്തിൽ മനോജേട്ടൻ്റെ സ്വയം നേരത്തെ ബേസ് ചെയ്തുകൊണ്ട് തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. നമ്മളെല്ലാവരും അത് കൈയടിച്ച് ചിരിച്ചിട്ടുമുണ്ട്. അതായത് മനോജേട്ടൻ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ സ്റ്റേജ് ഓപ്പറേറ്റേഴ്സിന് പറയും കുറച്ചുകൂടി ലൈറ്റ് കൂട്ടിയിട്ടാണ് ഞാനാ വരുന്നത് എന്നൊക്കെ. അതുപോലെ മനോജേട്ടനും ഓപ്പോസിറ്റുള്ള ആളും കൂടിയിട്ട് കറുപ്പിനെ ഏഴടക്കുക, പക്ഷേ ബാക്കി 93 വെളുപ്പിനാന്നുള്ള തമാശയൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനത്തെ തമാശകൾ എഴുതാനോ പറയാനോ പറ്റില്ല. ചിലപ്പോൾ അതിന് റിയാക്ഷൻ വേറെ രീതിയിലായിരിക്കും. അതിനെപ്പറ്റി ബോധവാനാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റുന്നുണ്ടോ? വളരെ ബോധവാനാണ്. ബോഡി ഷെയ്മിങ് എനിക്കൊന്നും ഞാൻ പറയാറുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ രണ്ടുപേര് ചേരുമ്പോഴാണ് ഗീവ് ആൻഡ് ടേക്ക് പോലെ ഇങ്ങോട്ട് ഒരു ചോദ്യം വരുമ്പോഴാണ് തമാശയായിട്ട് അത് പറയാൻ പറ്റും. ഒറ്റയ്ക്ക് നിന്ന് തമാശ സ്റ്റാൻഡപ്പ് പോലെ കുറച്ച് നേരം അതിന് പറ്റുള്ളൂ. തമാശ അപ്പുറത്തുനിന്നുള്ള ചോദ്യം വരുമ്പോൾ അതിന് രസകരമായ മറുപടി പറയുമ്പോഴാണ് അതൊരു ചിരിയായിട്ട് വരുന്നത്. അപ്പോൾ ആ ചോദ്യം അത്തരത്തിലുള്ളൊരു ചോദ്യമായിരിക്കും. ആദ്യകാലങ്ങളിൽ ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു. ഏത് നമ്മൾ ഇത്തിരി നിറത്തെക്കുറിച്ച് പറഞ്ഞാലോ ഞാൻ ഇത്തിരി താഴ്ത്തി പറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശരീരത്തെക്കുറിച്ച്, വർണ്ണത്തെക്കുറിച്ച്, നിറത്തെക്കുറിച്ച് അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊക്കെ അന്നും ഇന്നും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അശ്ലീലങ്ങൾ പറയാതിരിക്കുക. അശ്ലീല തമാശ പറഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കുമായിരിക്കും, പക്ഷെ നമ്മളെ അവിടെ വിലയിരുത്തപ്പെടുക ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള തമാശ പറയുന്നവർ എൻ്റെ ഒന്നും ഒരു CD-കളിലോ കാസറ്റുകളിലോ മോശപ്പെട്ട വാക്കുകളോ ഒന്നും പറയില്ല. നല്ല തമാശ മതി, അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം, അത് നിലനിൽക്കും. അതിൽ തന്നെ ഇപ്പോൾ മോശപ്പെട്ട അല്ലെങ്കിൽ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്കിറ്റ് തന്നെ റെഫറൻസ് ആയിട്ട് എടുത്ത് പറയുകയാണ്. അതായത് സന്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിദ്യാർത്ഥികളും മെയിൻ ഒരു സന്യാസിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും സന്യാസിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനോജേട്ടനാണ്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ സന്യാസിയുടെ പല പൊള്ളത്തരങ്ങളൊക്കെ പൊളിക്കുന്ന ആള് ചേട്ടനാണ്. ഓരോ തവണ ഈ പൊള്ളത്തരം പൊളിക്കുന്ന സമയത്ത് ഈ മെയിൻ സന്യാസി മനോജേട്ടന്റെ ചെവി വന്നിട്ട് ചീത്ത വിളിക്കുകയാണ്. അതായത് നമുക്കറിയാം എന്താ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താണത് എന്ന്. അപ്പോൾ പറയുന്നുണ്ട്,
ജ്ഞാനം കൊടുത്ത ആ ജ്ഞാനം തന്നാന്ന്. ജ്ഞാനത്തിന് പകരം ജ്ഞാനം എന്ന് പറയുമ്പോൾ സന്യാസിമാർ സംസാരിക്കുന്ന ഭാഷയുമായി, അതെ, എന്നാൽ അവിടെ വേറെ മനസ്സിലാവുന്നത് തെറിയാന്നെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതിന് ശരിക്കും അന്ന് കുറെ അധികം വർക്ക് ചെയ്തിട്ട് ഇതിൽ ഒരിക്കലും ഡബിൾ മീനിങ്ങിൽ പോകരുത് എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുണ്ട്. ഡബിൾ മീനിങ് പറയുന്ന തമാശ വേണ്ട എന്ന് നമ്മൾ എന്ന് മിമിക്രി തുടങ്ങി അന്ന് മുതലേ ഇത് വേണ്ട. കാരണം അത്തരത്തിലുള്ള തമാശകൾക്ക് അധികം ആയുസില്ല. നമ്മളവിടെ ചെറുതാവുക ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഇത്തരത്തിലുള്ള തമാശകൾ പറഞ്ഞാൽ അത് നമ്മളെ കണ്ട് ഇങ്ങനെ ചിരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ നമ്മളൊരു മോശപ്പെട്ട വ്യക്തി പോലെയാണ് തോന്നുന്നത്. അത്തരത്തിൽ തമാശകൾ പൊതുവെ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ വേണ്ടാന്നുള്ള തീരുമാനം. എന്തിനങ്ങനെ തമാശ പറയണേ? അതിലല്ല ഈ എങ്ങനെയാണ് ലങ്കോട്ടി അണിയ എന്ന് പറയുന്ന സമയത്ത് ഏകപാദേഹ ദ്വിപാദേഹ ടൈറ്റുഹ ഏറ്റം ടൈറ്റഹ നിക്ർ. അതിന്റെ പിന്നിൽ ഇത് പറ എവിടെയും നർമ്മം കണ്ടെത്തുക. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചാനൽ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ലത് മാത്രം അടുപ്പിക്കാം. സ്റ്റേജിൽ നമ്മൾ തന്നെ എഡിറ്റേഴ്സാണ്. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ഇത് അവതരിപ്പിച്ചാൽ മാത്രമേ തമാശ വരുള്ളൂ. ഒരു തമാശ പറഞ്ഞു, 5 എണ്ണം പറഞ്ഞത് തമാശയല്ല, പിന്നെ 6ാമത്തെ തമാശയ്ക്ക് അത് ആ സ്കിറ്റ് അത്ര സുഖമാവില്ല. ഓക്കെ, അപ്പം ഈ 3 എണ്ണത്തെ ഞങ്ങൾ മുറിച്ച് കളയും, എന്നിട്ട് ഈ 6ാമത്തേനെ എടുത്തും കൂടെ അടുപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ലോജിക്ക് നോക്കി അതിനെ ചേർത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് സ്കിറ്റ് ചെയ്യണത്. നമ്മൾ കുറേ ചിലവർ ഭയങ്കര തമാശ പറയും. ഇപ്പം നമ്മൾ ടി വി ചാനലിൽ അരമണിക്കൂറാണ് കണ്ടൻറ്റെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്യും. ഓക്കെ, 1 മണിക്കൂർ സാധനം എഡിറ്റ് ചെയ്ത് കളയും. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷനിലെത്തുള്ളൂ. ഒരിക്കലും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവില്ല. അതിനെ എഡിറ്റ് ചെയ്ത് അടുപ്പിക്കുമ്പോൾ നല്ലൊരു ഷോയാണ്. അത് തന്നെയാണ് ലൈവിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാമാക്കി റിഹേഴ്സൽ ചെയ്ത് മാറ്റിയിട്ട് വേണം പെർഫോം ചെയ്യാൻ. ആ സമയങ്ങളിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടനും മനോജേട്ടനും ആയിരിക്കും അടുത്ത കൊമേഡിയൻ മലയാള സിനിമയിൽ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ സംഘമുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതിന് കാരണം ഞാൻ പറയാം. അതായത് ജഗതി ചേട്ടൻ വന്നു, ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നു, അതിനുശേഷം സലീം കുമാറിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പതുക്കെ അത് സുരാജിലേക്ക് മാറി. സുരാജിന് ശേഷം പിന്നെ ആര് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പതുക്കെ സീരിയസിലേക്ക് കടക്കുന്നു. അദ്ദേഹം കുറച്ച് ചെറിയ സീരിയസ് റോളുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു. ബാബു ജനാർദ്ദനൻ സാറിൻ്റെയൊക്കെ സിനിമകളിലേക്ക് മാറി അദ്ദേഹം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ സുരാജ് ചേട്ടൻ്റെ വരവോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു, അതായത് അടുത്ത ആ നായകൻ്റെ കൂട്ടുകാരനൊരു കൊമേഡിയൻ ഉണ്ടാവുമല്ലോ, ഫുൾ ടൈം തമാശകൾ പറയുന്നത്, അത് മനോജേട്ടനാവുമെന്ന് ശക്തമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ മനോജേട്ടൻ എന്താ വരാൻ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു നായകൻ്റെ ഒരു കൊമേഡിയൻ. ഇപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ സലീം കുമാർ അങ്ങനെ അശോകൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സിനിമയിൽ എത്താത്തത് എന്താണെന്ന് പലരും ചോദിക്കും. ഒരു 8-10 സിനിമയിൽ അഭിനയിച്ചെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചെങ്കിലും